ബ്രെഡും പഴവും വെച്ച് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഐറ്റം ഉണ്ടാക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കണ്ട് ഞാനും സേവ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം തന്നെ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത പഴം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതധികം പഴുക്കാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങ് ഉടഞ്ഞു വരുന്നില്ലായിരുന്നു. ഇനി അടുത്ത പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ് വേണ്ടത്. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു പീസ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 സെറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ടും ഒന്നിച്ച് തന്നെയാണ് വെക്കുന്നത്. ഓരോന്നാക്കി നമുക്ക് എടുക്കുന്നതായിരിക്കും നന്നായിട്ട് ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നി. കാരണം തിരിച്ചു മറിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. ഇനി നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള പാലാണ് വേണ്ടത്. പാൽ ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പാലിൽ ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് നിൽക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ഞാൻ പാൽ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറു തീയിൽ വെച്ചിട്ട് വേണം ആ ഒരു പാല് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എൻ്റെ അത് കരിഞ്ഞ പോലെ ചെറുതായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പാലിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്വീറ്റായിട്ട് കിട്ടിയാണ്. എങ്കിലും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.